ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബഹ്റൈനിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ മിന്നൽ പരിശോധന. നവംബർ 17 മുതൽ 23 വരെയുള്ള കാലയളവിൽ 1642 പരിശോധനകൾ നടത്തിയതായും ഇതിൽ 83 നിയമലംഘകരെ കണ്ടെത്തി അവരെ നാടുകടത്തിയതായും LMRA അറിയിച്ചു. നിരവധി ലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 20 ക്യാമ്പയിനുകളും മുഹറഖ് ഗവർണറേറ്റിൽ 3 ക്യാമ്പയിനുകളും നോർത്തേൺ ഗവർണറേറ്റിലെ 2 ക്യാമ്പയിനുകളും ഉൾപ്പെടുന്ന 28 സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾക്ക് പുറമെ എല്ലാ ഗവർണറേറ്റുകളിലെയും വിവിധ കടകളിൽ 1614 സന്ദർശനങ്ങൾ നടത്തിയതായും അതോറിറ്റി പത്രക്കുറിപ്പിൽ അറിയിച്ചു. പൗരത്വം, പാസ്പോർട്ട്, റെസിഡൻസ് അഫയേഴ്സ് എന്നിവ സംബന്ധിച്ചാണ് പ്രധാനമായും ചെക്കിംഗ് നടന്നത്. ഗവർണറേറ്റിലെ ബന്ധപ്പെട്ട പോലീസ് ഡയറക്ടറേറ്റ്, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രൈം ഡിറ്റക്ഷൻ ആൻഡ് ഫോറൻസിക് എവിഡൻസ്, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് വെർഡിക്റ്റ് എൻഫോഴ്സ്മെന്റ് എന്നിവ ഉൾപ്പെടുന്ന ആഭ്യന്തര മന്ത്രാലയ സംഘമാണ് നിരീക്ഷണ പരിശോധനാ ക്യാമ്പയിനിൽ പങ്കെടുത്തത്. രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളിലും പരിശോധനാ ക്യാമ്പയിനുകൾ ശക്തമാക്കുന്നതിനും തൊഴിൽ വിപണിയുടെ സ്ഥിരതയെയും മത്സരക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കുന്നതോ രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്നതോ ആയ ഏതെങ്കിലും ലംഘനങ്ങളോ പ്രവർത്തനങ്ങളോ പരിഹരിക്കുന്നതിനും തീരുമാനിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ലംഘനങ്ങൾ അതോറിറ്റിയുടെ പ്രത്യേക വെബ്സൈറ്റിലെ ഇലക്ട്രോണിക് ഫോം വഴിയോ അതോറിറ്റിയുടെ കോൾ സെന്റർ നമ്പറിലോ വിളിച്ച് അറിയിക്കാം. രാജ്യത്തെ പ്രവാസികളുടെ താമസം സംബന്ധിച്ച് കടുത്ത വകുപ്പുകളുള്ള കരട് നിയമത്തിന് കുവൈറ്റ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. നിയമവിരുദ്ധ താമസത്തിന് 5 വർഷം വരെ തടവും 10,000 കുവൈറ്റ് ദിനാർ പിഴയും ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകൾ നൽകുന്ന വിധത്തിലാണ് പുതിയ നിയമനിർമ്മാണം. കുവൈറ്റിലെ വിദേശികളുടെ പ്രവേശനം, താമസം, നിയന്ത്രണങ്ങൾ എന്നിവയ്ക്കുള്ള പ്രത്യേക വ്യവസ്ഥകൾ വിശദമാക്കുന്ന നിയമത്തിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഇനി പറയുന്നു. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാട് സംഭവിച്ചാലോ പാസ്പോർട്ടുകൾ നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പ്രവാസികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കണം. ഹോട്ടലും താമസവും റിപ്പോർട്ട് ചെയ്യൽ. ഹോട്ടലുകളും ഫർണിഷ് ചെയ്ത താമസ സൗകര്യം നൽകുന്നവരും 24 മണിക്കൂറിനുള്ളിൽ വിദേശ അതിഥികളുടെ വരവും പോക്കും റിപ്പോർട്ട് ചെയ്യണം. സന്ദർശന കാലയളവ്. കുവൈറ്റ് സന്ദർശിക്കുന്ന പ്രവാസികൾക്ക് വിപുലീകരണമോ റെസിഡൻസി പെർമിറ്റോ അനുവദിച്ചില്ലെങ്കിൽ പരമാവധി 3 മാസത്തേക്ക് താമസിക്കാം. റെസിഡൻസി കാലാവധി. താൽക്കാലിക റെസിഡൻസി പെർമിറ്റുകൾ 3 മാസത്തേക്ക് പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് 1 വർഷം വരെ നീട്ടാം. കുവൈറ്റിലെ സ്ത്രീകളുടെയും സ്വത്തുടമകളുടെയും കുട്ടികൾക്ക് 10 വർഷം വരെയും നിക്ഷേപകർക്ക് 15 വർഷം വരെയും അനുവദിക്കുന്നു. എന്നാൽ മറ്റ് സാധാരണ റെസിഡൻസി 5 വർഷമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഹിക തൊഴിലാളികൾ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഗാർഹിക തൊഴിലാളികൾക്ക് 4 മാസത്തിൽ കൂടുതൽ കുവൈറ്റിന് പുറത്ത് തുടരാൻ അനുവാദമില്ല. സ്പോൺസർമാരുടെ അറിയിപ്പ്. വിദേശിയുടെ വിസ കാലഹരണപ്പെടുകയോ അല്ലെങ്കിൽ വിദേശി അവരുടെ അനുവദനീയമായ കാലയളവ് കവിയുകയോ ചെയ്താൽ സ്പോൺസർമാർ മന്ത്രാലയത്തെ അറിയിക്കണം. ലംഘനങ്ങൾക്കുള്ള പിഴകൾ. റിപ്പോർട്ടിംഗ് ആവശ്യകതകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന വ്യക്തികൾക്ക് 2000 കുവൈറ്റ് ദിനാർ വരെ പിഴ ചുമത്താം. ചട്ടങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഹോട്ടൽ മാനേജർമാർക്കും ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർക്കും 400 ദിനാർ വരെ പിഴ ചുമത്താം. റെസിഡൻസി സന്ദർശന ലംഘനങ്ങൾ. റെസിഡൻസി ലംഘനങ്ങൾക്ക് 1 വർഷം വരെ തടവും 1200 ദിനാർ വരെ പിഴയും ലഭിക്കും. സന്ദർശനവുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾക്ക് 2000 ദിനാർ വരെ പിഴ ഈടാക്കാം. നിയമവിരുദ്ധമായ പ്രവേശനം. അനധികൃത പ്രവേശനത്തിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് 3 വർഷം വരെ തടവും 3000 ദിനാർ വരെ പിഴയും ലഭിക്കും. തൊഴിൽ തെറ്റായ പെരുമാറ്റം. നിയമവിരുദ്ധമായി വിദേശികളെ ജോലിക്കെടുക്കുകയോ കുടിശ്ശിക അടയ്ക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്താൽ 2 വർഷം വരെ തടവും 10,000 ദിനാർ വരെ പിഴയും ലഭിക്കും. ഈ ആഴ്ച UAEയുടെ ചില ഭാഗങ്ങളിൽ മഴ പെയ്തേക്കാമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച രാവിലെയുമാണ് മഴ പ്രതീക്ഷിക്കുന്നത്. അബുദാബിയുടെ ചില ഭാഗങ്ങളിൽ ബുധനാഴ്ച രാത്രിയോടെ മഴ പെയ്യുമെന്ന് NCM മുന്നറിയിപ്പ് നൽകി. വ്യാഴാഴ്ച രാവിലെ ദുബൈ, ഷാർജ, മറ്റ് എമിറേറ്റുകൾ എന്നിവയുടെ തീരപ്രദേശങ്ങളിലേക്കും റാസ് അൽ ഖൈബയിലേക്കും മഴ വ്യാപിച്ചേക്കാം. സൗദിയിൽ വാഹനമോടിക്കുമ്പോൾ ഫോൺ ഉപയോഗിച്ചാൽ 500 മുതൽ 900 റിയാൽ വരെ പിഴ ഈടാക്കുമെന്ന് സൗദി ട്രാഫിക് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി.
വാഹനമോടിക്കുമ്പോൾ ഫോണിലൂടെ ശ്രദ്ധ തിരിക്കുന്നത് ഡ്രൈവറെയും ചുറ്റുമുള്ളവരെയും അപകട സാധ്യതയിലേക്ക് നയിക്കുന്ന പ്രവൃത്തിയായി കണക്കാക്കുന്നു. ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനും ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും സൗദി ട്രാഫിക് അതോറിറ്റി എടുത്തു പറഞ്ഞു. എല്ലാ ഡ്രൈവർമാരും വാഹനം ഓടിക്കുമ്പോൾ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും റോഡിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന പെരുമാറ്റം ഒഴിവാക്കാനും ആവശ്യപ്പെട്ടതായും ട്രാഫിക് വകുപ്പ് ചൂണ്ടിക്കാണിച്ചു. കുവൈറ്റിൽ 60 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് വിസ പുതുക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം രാജ്യം ഇതുവരെ ഉയർത്തിപ്പിടിച്ച മാനവിക ചരിത്രത്തിന് അപമാനമാണെന്ന് ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് പ്രസ്താവനയിൽ അറിയിച്ചു. എല്ലാ തൊഴിലാളികളുടെയും ഭൂമിയിലെ ഏറ്റവും സുരക്ഷിത താവളമാണ് കുവൈറ്റെന്നും കുവൈറ്റിൽ ജനിച്ചവരും ജീവിതത്തിന്റെ പകുതിയിലധികം ഇവിടെ ചെലവഴിച്ചവരുമായ പ്രവാസികൾ സത്യസന്ധതയും ആത്മാർത്ഥതയും ബഹുമാനവും പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നവരാണെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം 2021 ജാനുവരിയിലാണ് 60 വയസ്സിന് മുകളിൽ പ്രായമായ ബിരുദധാരികളല്ലാത്ത പ്രവാസികൾക്ക് താമസരേഖ പുതുക്കുന്നതിന് രാജ്യത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യേക ഇൻഷുറൻസ് ഉൾപ്പെടെ പ്രതിവർഷം 1000 ദിനാർ അധിക ഫീസ് നൽകണം എന്നാണ് വ്യവസ്ഥ. ഇതേ തുടർന്ന് മലയാളികൾക്കടക്കം ആയിരക്കണക്കിന് പ്രവാസികൾക്കാണ് രാജ്യം വിടേണ്ടി വന്നത്. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വരും ദിവസങ്ങളിൽ ഈ നിയന്ത്രണം എടുത്തു കളയുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. വ്യാജ ഓഫറുകൾ നൽകി കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളിൽ പരിശോധനയുമായി ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം രംഗത്ത്. കച്ചവടം വർദ്ധിപ്പിക്കുന്നതിനായി സൂപ്പർമാർക്കറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലും വിലയിൽ കൃത്രിമം കാണിക്കുന്നതായി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ കുറഞ്ഞ വിലയ്ക്ക് ചരക്കുകളോ സേവനങ്ങളോ നൽകുന്നത് ഖത്തറിൽ നിയമവിരുദ്ധമാണ്. ഷോപ്പിംഗ് മാളുകളിലും സൂപ്പർമാർക്കറ്റുകളിലും പ്രൊമോഷണൽ ഓഫറുകളും ക്യാമ്പയിനുകളും നടക്കുമ്പോൾ ഇത്തരം നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ലക്ഷ്യമിട്ടാണ് മന്ത്രാലയം പരിശോധനകൾ നടത്തുന്നത്. ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയും പ്രൊമോഷണൽ ഓഫറുകൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും. സൂപ്പർമാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും നടത്തുന്ന പ്രൊമോഷനുകളിൽ വിലയിൽ കൃത്രിമം നടക്കുന്നുവെന്ന് ഉപഭോക്താക്കളിൽ നിന്നും പരാതി ലഭിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. 2030 രാജ്യത്തെ ഭക്ഷണ മാലിന്യം പകുതിയാക്കി കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് UAE തുടക്കം കുറിച്ചു. UAEയിൽ വർഷത്തിൽ 600 കോടി ദിർഹത്തിന്റെ ഭക്ഷണം പാഴാക്കുന്നുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഊർജിതമാക്കിയത്. സുസ്ഥിര ഭാവി കെട്ടിപ്പടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. റെസ്റ്റോറന്റുകൾ മുതൽ വീടുകളിൽ വരെ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുകയും ഉപയോഗിക്കുകയും വേണമെന്നാണ് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നത്. ഭക്ഷണം പാഴാക്കുന്നതും ഭക്ഷണ മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും നേതൃത്വം നൽകുന്ന സമിതി നിയമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബോധവൽക്കരണവുമായി അബുദാബി നിക്ഷേപ കമ്പനിയായ ADQ മാലിന്യ നിർമ്മാർജ്ജന വിഭാഗമായ തദ്വീറും സഹകരിക്കുന്നുണ്ട്.